Hello, good morning. Welcome to Learn Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് എന്നുള്ള ഒരു മൊഡ്യൂളിന്റെ സെക്കൻഡ് പാർട്ട് റിവിഷൻ ആണ് വരുന്നത്. അതായത് നമ്മൾ ആ ഒരു മൊഡ്യൂൾ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് റിവിഷൻ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രം ഓസിലേറ്റേഴ്സ് മുതൽ അതിനുശേഷം വരുന്ന റിമൈനിങ് ടോപ്പിക്കുകളാണ് നമ്മൾ പാർട്ട് 2-ൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കവർ ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകൾ ഓസിലേറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്, ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്, അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്മിത്ത് ട്രിഗറും മറ്റേ IC 555 ടൈമർ IC ഇതെല്ലാം തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ക്ലാസ്സിലേക്ക് പോകാം. So first one നമുക്ക് എന്താണ് അറിയാം. ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? It utilizes the positive feedback amplifier to generate sinusoidal waveforms of fixed amplitude and frequency. ഫിക്സ്ഡ് ആംപ്ലിറ്റ്യൂഡിലും ഫ്രീക്വൻസിയിലുള്ള ഒരു സൈനസോയിഡൽ വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ആണ് ഓസിലേറ്റർ. ഈ ഓസിലേറ്റർ നമുക്ക് എന്താ യൂസ് ചെയ്യുന്നത്? ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെ? അപ്പോൾ ഒരു പവർ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് ഒരു മേജർ സോഴ്സ് ആണ് ഓസിലേറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഓസിലേറ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഇതുള്ളതാണ് പാർക്കിൻസൺ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഓസിലേറ്റർ അല്ലെങ്കിൽ പാർക്കിൻസൺ ക്രൈറ്റീരിയ, ഈ രണ്ട് ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഓസിലേറ്റർ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്രൈറ്റീരിയ എന്താണെന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്രൈറ്റീരിയയാണ്. ചിലപ്പോൾ ചോദിക്കാം, പാർക്കിൻസൺസ് ക്രൈറ്റീരിയ ഏത് ഡിവൈസ് അല്ലെങ്കിൽ ഏത് സർക്യൂട്ടിലേക്കാണ്, പാർക്കിൻസൺസ് ക്രൈറ്റീരിയ ഏത് സർക്യൂട്ടിലേക്കാണ് വേണ്ടതെന്ന് ചോദിക്കും. നമുക്കൊരു പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പാർക്കിൻസൺസ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ വർക്ക് ചെയ്യുന്ന ഏത് സർക്യൂട്ടാണെന്നാണ്. ഓപ്ഷൻസിൽ ഓസിലേറ്റർ ഉണ്ടാകും, ആംപ്ലിഫയർ ഉണ്ടാകും, അതുപോലെ തന്നെ റെക്ടിഫയർ, അങ്ങനെ 3-4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഓസിലേറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു പാർക്കിൻസൺസ് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമുക്ക് എന്താണ് വരുന്നത്? ബീറ്റ എ ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ദ ലൂപ്പ് ഗെയിൻ ഈസ് ഈക്വൽ ടു യൂണിറ്റി ഇൻ അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ്. ഒരു അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് നമ്മുടെ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ഈക്വൽ ടു യൂണിറ്റി ആയിരിക്കണം. ഓക്കെ, യൂണിറ്റി ആണെങ്കിൽ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്രൈറ്റീരിയ. സെക്കൻഡ് വൺ എന്താണ്? The phase shift around the loop is 0 or an integer multiple of 2π less than or equal to beta. അതായത് 2π is equal to 2π n വരുന്നതാണ്. അപ്പോൾ ഈ ഒരു phase shift എന്ന് പറയുന്നത് either 0 ഡിഗ്രി ആയിരിക്കാം, അതല്ലെങ്കിൽ 360 ആയിരിക്കാം, അല്ലെങ്കിൽ n2 nπ. ഓക്കെ, അപ്പോൾ ആ ഒരു റേഞ്ച് ആണെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു വാല്യൂ, ഈ രണ്ടാണ് എനിക്ക് വരുന്ന എന്തൊക്കെയാണെന്ന് പറയുന്നത് എൻ്റെ പാർക്കിൻസൺസ് ക്രൈറ്റീരിയ എന്നത്. ഈ രണ്ട് ക്രൈറ്റീരിയ, അതായത് മോഡുലസ് ഓഫ് ബീറ്റ എ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എനിക്ക് എന്താണ്? എനിക്ക് ഈ പറയുന്ന എൻ്റെ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി, അതല്ലെങ്കിൽ ഇൻറ്റീജർ മൾട്ടിപ്പിൾസ് ഓഫ് 2π n ആയിരിക്കണം വരുന്നത്. ഓക്കെ, ദെൻ ബീറ്റ എ എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ലൂപ്പ് ഗെയിൻ ആണ്. ഓക്കെ, അതായത് ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഇവിടെ ഈ പറയുന്നത് എക്സ്പ്ലനേഷൻ തിയററ്റിക്കലായിട്ട് എഴുതിയിരിക്കുകയാണ്. The total phase shift around the loop as the signal proceed from the input through amplifier, feedback network and the input again complete a loop precisely 0 or 360 degree or course of any multiples of 2π radians ആണ്. അപ്പോൾ നമുക്കൊരു ഇൻപുട്ടിൽ നിന്ന് പോയി ഔട്ട്പുട്ടിൽ എത്തി തിരിച്ച് എൻ്റെ ഇൻപുട്ടിൽ എത്തുന്നത് വരെ എൻ്റെ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കണം, അതല്ലെങ്കിൽ 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിരിക്കണം. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ ആൻഡ് ദ ഫീഡ്ബാക്ക് ഫാക്ടർ എ ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു യൂണിറ്റി ആയിരിക്കണം. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മുടെ ഈ പാർക്കിൻസൺസ് ക്രൈറ്റീരിയയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഈ രണ്ട് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് ഒരു ഓസിലേറ്റർ സർക്യൂട്ട് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ എന്ന് പറയുന്നത് LC ഓസിലേറ്ററിന്റെ ഒരു ടൈപ്പ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു LC ഓസിലേറ്റർ ആണ് ഒരു ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ LC ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഒരു ടാങ്ക് സർക്യൂട്ട് ഉണ്ടാകും, അല്ലെ? അപ്പോൾ ആ ഒരു ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതിൽ ഒരു കപ്പാസിറ്ററും ഒരു ട്രാൻസ്ഫോമറും കൂടി ചേർന്ന് വരുന്നതാണ് ഇതിലുണ്ടാകുന്ന ഒരു ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കപ്പാസിറ്ററും ഉണ്ട്, ഒരു ട്രാൻസ്ഫോമറും ഉണ്ട്. ഈ പറയുന്ന ടാങ്ക് സർക്യൂട്ട് എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ ടെർമിനലിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഓസിലേറ്ററിന് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ എന്നുള്ളൊരു പേര് വരാൻ കാരണം. ഓക്കെ, ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലാണ് നമ്മൾ ആ ഒരു ടാങ്ക് സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ എന്ന് പറയുന്നത് വളരെ സിംപ്ലസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഒരു ബേസിക് കൈൻഡ് ഓഫ് LC ഓസിലേറ്റർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ,
അപ്പോൾ നമുക്ക് ഈ ഒരു ടാങ്ക് സർക്യൂട്ട് നമ്മൾ കളക്ടർ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കതൊരു സിമ്പിൾ റെസിസ്റ്റീവ് ലോഡാണ്. ആ ഒരു അറ്റ് റെസൊണൻസിൽ ഒരു സിമ്പിൾ റെസിസ്റ്റീവ് ലോഡായിട്ട് ആക്ട് ചെയ്യുകയാണ്. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഓസിലേറ്റർ ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എവിടേക്കാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യണമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സിഗ്നൽ ജനറേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, RF ഓസിലേറ്റർ സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻസി ഡിമോഡുലേറ്റേഴ്സിൽ, മിക്സേഴ്സിൽ, അങ്ങനെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഈ ഒരു ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്കൊരു ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോമർ അല്ലെ, ഈ ഒരു L1 L2 പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഒരു L1 L2 ഈ ഒരു ട്രാൻസ്ഫോമർ അതുപോലെ തന്നെ ഈ ഒരു കപ്പാസിറ്റർ, ഈ രണ്ടിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ, ഇതാണ് ഒരു ടാങ്ക് സർക്യൂട്ട് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഈ ടാങ്ക് സർക്യൂട്ട് എവിടെ കളക്ട് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്? ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ ടെർമിനലിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഈ ഒരു ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ ടെർമിനലിലാണ് നമ്മൾ ഈ ഒരു ടാങ്ക് സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് കപ്പാസിറ്റൻസ് ഇവിടെ വരുന്നത് C1 ആണ് വരുന്നത്, ഇൻഡക്ടർ എന്ന് പറയുന്നത് L1 അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കൂ, നമുക്ക് ഇവിടെ രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1 R2. നമുക്കറിയാം these are acting as or the voltage divider bias ആയിട്ട് ഫോം ആവുകയാണ്. ഈ R1 R2 റെസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ആയിട്ട് ഫോം ആവുകയാണ് ഈ ഒരു R1 R2 എന്ന് പറയുന്നത്. അടുത്തൊരു റെസിസ്റ്റർ ആണ് RE എന്ന് പറയുന്നത്. RE എന്ന് പറയുന്നത് എന്താണ്? എമിറ്റർ റെസിസ്റ്റർ ആണ് അല്ലെ. എമിറ്റർ റെസിസ്റ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു തെർമൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എമിറ്റർ റെസിസ്റ്റൻസ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഒരു കപ്പാസിറ്റർ വരുന്നുണ്ട്, എമിറ്റർ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഒരു ബൈപാസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമ്മളത് അല്ലെ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഇംപ്രൂവ്ഡ് ഓസിലേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഈ ഒരു ബൈപാസ് കപ്പാസിറ്റർ ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഒരു ആംപ്ലിഫൈഡ് ആയ ഓസിലേഷൻസ് നമുക്ക് വരും. അതായത് ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഓസിലേഷൻസിനെ ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് തരുന്നുണ്ട്. ഈ ഒരു ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന റെസിസ്റ്ററിലൂടെ ഫ്ലോ ആവുകയും അത് നമ്മുടെ അവിടെ ഉണ്ടാവുന്ന ബേസ് എമിറ്റർ വോൾട്ടേജിലേക്ക് ആഡ് ആവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആഡ് ആവുമ്പോൾ ആ ഒരു DC ബയാസിംഗിന്റെ കണ്ടീഷൻസുകൾക്കൊക്കെ ചേഞ്ചസ് വരികയാണ് ചെയ്യുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ടോട്ടൽ സർക്യൂട്ടിനെ തന്നെ അത് ഡാമേജ്, അല്ലെങ്കിൽ ഡാമേജ് മീൻസ് ആ ഒരു ഔട്ട്പുട്ടിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സോ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ബൈപാസ് കപ്പാസിറ്റർ ആയിട്ട് CE യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു L1 C1 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒരു ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതാണ് അവിടുത്തെ ഒരു ടാങ്ക് സർക്യൂട്ട് ആയിട്ട് ഈ ഒരു ആക്ട് ചെയ്യുന്നത്. അതായത് L1 ഇൻഡക്ടറും കപ്പാസിറ്റർ C1 ആണ് ഇവിടുത്തെ ഒരു ടാങ്ക് സർക്യൂട്ട്, LC ഓസിലേറ്ററിലുള്ള ടാങ്ക് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന് റിലേറ്റഡ് ആയിട്ട് ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ, റെസൊണന്റ് ഫ്രീക്വൻസി എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. F is equal to 1/2 pi root of L1 C1. നമ്മൾ പറഞ്ഞു ഈ ഒരു ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററിൽ L1 ഇൻഡക്ടറും അതുപോലെ തന്നെ കപ്പാസിറ്റർ C1 ആണ് ഒരു ടാങ്ക് സർക്യൂട്ട് ആയിട്ട് ഫോം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രീക്വൻസി, ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ രണ്ട് പാരാമീറ്റേഴ്സ് ആണ്, L1 ഉം C1 ഉം ആണ്. അതുകൊണ്ടാണ് ഇക്വേഷനിൽ നമുക്ക് L1 C1 മാത്രം ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ഓക്കെ, സോ ദ ഇക്വേഷൻ F is equal to 1/2 pi root of L1 C1 ആണ്. F എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി ഓഫ് ദ ഓസിലേഷൻസ് ആണ്. L1 എന്ന് പറയുന്നത് ആ ഒരു ഇൻഡക്ടറിന്റെ വാല്യൂ ആണ് അല്ലെ, ആ ട്രാൻസ്ഫോമറിൽ വരുന്ന പ്രൈമറി ഇൻഡക്ടറിന്റെ വാല്യൂ ആണ് L1 എന്ന് പറയുന്നത്. C1 എന്ന് പറയുന്നത് എന്താണ്? ആ ടാങ്ക് സർക്യൂട്ടിൽ വരുന്ന കപ്പാസിറ്റൻസിന്റെ വാല്യൂ ആണ് C1. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ ടൈപ്സ് ഓഫ് RC ഓസിലേറ്റേഴ്സ് ആണ്. നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സ് ആണ് വരുന്നത്, RC ഓസിലേറ്റേഴ്സും അതുപോലെ തന്നെ LC ഓസിലേറ്റേഴ്സും ആണ്. അപ്പൊ RC എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന കോമ്പണൻസ് എന്തൊക്കെയായിരിക്കും? റെസിസ്റ്ററും കപ്പാസിറ്ററും ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ആണ്. ഓക്കെ, അപ്പൊ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിന്റെ ഒരു സർക്യൂട്ട് ബേസിസ് ആയിട്ടുള്ള സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ആൻ RC സർക്യൂട്ട് ഫോർ എ സൈൻ വേവ് ഇൻപുട്ട് ലീഡ്സ് ടു ദ ഇൻപുട്ട് വോൾട്ടേജ്. The phase angle by its lead determined by the value RC component used in the circuit. അപ്പോൾ ആ phase angle നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? യൂസ് ചെയ്തിരിക്കുന്ന RC വാല്യൂ, ദാറ്റ് ഈസ് RC എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റെസിസ്റ്റർ കപ്പാസിറ്റേഴ്സിന്റെ വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ടോട്ടൽ ഫേസ് ആംഗിൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ സർക്യൂട്ടിന്റെ എക്സ്പ്ലനേഷൻ, വർക്കിംഗ് അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു സർക്യൂട്ട് ഡയഗ്രാം പിന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ്, ഇത് മാത്രമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എഗെയിൻ ഞാൻ ഇതിന്റെ സർക്യൂട്ടും ഓപ്പറേഷനും കോമ്പണൻസും ഇതൊക്കെ 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ലെങ്തി വീഡിയോ ആയി പോകും അല്ലേ. നമ്മൾ അത് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്, ഓൾറെഡി നമ്മൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുകയാണ് നമ്മൾ എന്താണ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്നുള്ളത്. ഓക്കെ,
ഇനി അതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേറ്റേഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F0 is equal to 1 divided by 2 by RC into √6 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു കണ്ടീഷൻ തന്നിരിക്കുന്നത് എന്താണ്? R1 is equal to R2 is equal to R3 is equal to R. അതായത് ഈ മൂന്ന് റെസിസ്റ്റേഴ്സും which is equal to R, അതുപോലെ തന്നെ ഈ മൂന്ന് കപ്പാസിറ്റേഴ്സ് C1, C2, C3 which are equal to C, ആ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് വരുന്ന ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇക്വേഷൻ ആണ് 1/2 by RC √6 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് തന്നൊരു MCQ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് മിനിമം നമ്പർ ഓഫ് RC കോമ്പിനേഷൻസ് റിക്വയർഡ് ഫോർ ആൻ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ബേസിക് ആയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര എണ്ണമാണ് വേണ്ടത്? മിനിമം 3 RC കോമ്പിനേഷൻസ് വേണം. കണ്ടോ, R1 C1 1, R2 C2 2, R3 C3. ഇപ്പൊ 3 RC കോമ്പിനേഷൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ നിർമ്മിക്കാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് വരുന്നത്? ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ട്രാൻസ്ഫോമേഴ്സ് ഓർ ഇൻഡക്ടേഴ്സ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് വെരി ലോ ഫ്രീക്വൻസീസ്. ദ സർക്യൂട്ട് പ്രൊവൈഡ്സ് ഗുഡ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി. ഓക്കെ, ഇപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് സ്റ്റാർട്ടിംഗ് ഓസിലേഷൻ ഡിഫിക്കൽട്ട് ആണ്. അതായത് ഫീഡ്ബാക്ക് സ്മോൾ ആയതുകൊണ്ട് സ്റ്റാർട്ടിംഗ് ഓസിലേഷൻസ് ഡിഫിക്കൽട്ട് ആണ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ആവുന്നത് ഒരു സ്മോൾ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഓഫ് എന്താണ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് RC ടൈപ്പിൽ തന്നെ വരുന്നതാണ് RC വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. അതായത് നമ്മുടെ ഒരു വെയിൻ ബ്രിഡ്ജിന്റെ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ഇതിലായിരിക്കും നമ്മുടെ ഈ ഓസിലേറ്റർ വർക്കിംഗ് നടക്കുന്നത്. ഓക്കെ, ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ഇസ് ദ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു MCQ എക്സ്പെക്ട് ചെയ്യാം. വിച്ച് ഈസ് ദ ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ, ദാറ്റ് ഈസ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ സർക്യൂട്ട്. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ സർക്യൂട്ട് ആണ് ഇതിന്റെ ഓഡിയോ ഫ്രീക്വൻസി സർക്യൂട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓസിലേറ്റർ. This is mostly used because of its important features, that is the circuit is free from the circuit fluctuations and the ambient temperature. Circuit fluctuations നിന്നും ambient temperature നിന്നും ഫ്രീ ആണ് ഈ ഒരു വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. It is free from the circuit fluctuations as also ambient temperature. Okay, അപ്പോൾ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് 10 Hz മുതൽ 1 MHz വരെ നമുക്ക് vary ആവുന്നുണ്ട്. Okay, main advantage of the oscillator is that the frequency can be varied in the range of 10 Hz to 1 MHz, wherein the RC oscillator frequency is not varied. Okay, അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രീക്വൻസി റേഞ്ച് ഒരു 10 Hz മുതൽ 1 MHz വരെ നമുക്ക് വേരി ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റും. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി നമുക്ക് ഈ ഒരു റേഞ്ചിലുള്ളത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ RC ഓസിലേറ്റേഴ്സ് അല്ലെങ്കിൽ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നോട്ട് വേരിയബിൾ ആണ്. ഓക്കെ, ഇതാണ് RC വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം. ഇതാണ് നമുക്ക് ഒരു വെയിൻ ബ്രിഡ്ജിന്റെ സ്ട്രക്ചർ വരുന്നത്, ഈ ഒരു പോർഷൻ. ഓക്കെ, അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഗുഡ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ ക്വൈറ്റ് ഈസി ആണ്. ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് ഹൈ, കാരണം എന്താണ് നമുക്ക് 2 ട്രാൻസിസ്റ്റേഴ്സ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഗെയിൻ ഹൈ ആണ്. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ആംപ്ലിറ്റ്യൂഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ് മോർ അക്യുറേറ്റ്ലി ബൈ റീപ്ലേസിംഗ് R2 വിത്ത് ദ തെർമിസ്റ്റർ. അതുപോലെ തന്നെ സർക്യൂട്ട് കനോട്ട് ജനറേറ്റ്. ഇത്രയൊക്കെയാണ് നമുക്ക് വരുന്ന അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജിലാണ് നമുക്ക് ഹൈ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ 2 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സർക്യൂട്ട് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് കോമ്പണൻസ് ഇതിൽ കൂടുതലാണ്. 2 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതിന് ഈക്വലന്റ് ആയിട്ട് നമുക്ക് കുറേ കോമ്പണന്റുകൾ വേണ്ടി വരും അല്ലേ. സോ നമുക്ക് ടോട്ടൽ സർക്യൂട്ട് എന്ന് പറയുന്നത് കുറച്ച് ഹെവി കോമ്പണൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് 2 RC ഓസിലേറ്റേഴ്സ് വരുന്നത്. ഒന്ന് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും ഒന്ന് RC വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററും ആണ്. ഓക്കെ, അടുത്ത നമ്മുടെ LC ഓസിലേറ്റേഴ്സ് ആണ്. LC ഓസിലേറ്റർ കൺവേർട്സ് എ DC ഇൻപുട്ട് ടു an AC ഔട്ട്പുട്ട്. നമുക്കൊരു DC-നെ AC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. The output waveforms can have a wide range of different shapes and frequencies, can be either complex in shape or be simple pure sine wave depending upon the application. Application അനുസരിച്ച് output waveform എന്ന് പറയുന്നത് ഒരു wide range of different shapes-ലായിരിക്കും വരുന്നത്, അതുപോലെ different frequency-ലായിരിക്കും വരുന്നത്. Okay. The LC oscillators are commonly used in the radio frequency circuits. Radio frequency circuit use ചെയ്യുന്ന oscillators ഏതാണ്? LC oscillators. Because of their good phase noise characteristics and the ease of implementation. Good phase noise characteristics അതുപോലെ തന്നെ implementation easy ആയതുകൊണ്ട് LC oscillators നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? റേഡിയോ ഫ്രീക്വൻസി സർക്യൂട്ട്സിൽ. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് മെത്തേഡ് ആണ് ഹാർട്ട്ലി ഓസിലേറ്റർ ആണ്. One of the main disadvantage of the basic LC oscillator is that they have no means of controlling the amplitude of the oscillation.
അപ്പോൾ ബേസിക് ആയിട്ട് വരുന്ന നമ്മുടെ ഈ ഒരു LC ഓസിലേറ്ററിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ആ ഒരു ഓസിലേറ്റേഴ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ഓസിലേഷൻസിന്റെ ആംപ്ലിറ്റ്യൂഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫ്രീക്വൻസി ഓഫ് ഓസിലേറ്റർ റിക്വയർഡ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് നമ്മുടെ ഓസിലേറ്ററിനെ ട്യൂൺ ചെയ്യുന്നതും ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഒരു സെൽഫ് ട്യൂണിംഗ് ബേസ് ഓസിലേറ്റർ സർക്യൂട്ട് നമുക്ക് ആവശ്യമാണ് അല്ലെ. നമ്മുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിക്വയർഡ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് നമുക്ക് ട്യൂണിംഗ് പ്രോപ്പർ ആക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സെൽഫ് ട്യൂണിംഗ് ആയിട്ടുള്ള ഒരു ഓസിലേറ്റർ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺഫിഗറേഷൻ വരുന്നതാണ് നമ്മുടെ ഹാർട്ട്ലി ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഹാർട്ട്ലി ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ self-tuning based oscillator circuits form one of the most common type LC parallel resonant feedback oscillator configuration. അപ്പോൾ ഒരു self-tuning based ആയിട്ടുള്ള ഒരു ഓസിലേറ്റർ സർക്യൂട്ട് ആണ് നമ്മുടെ ഹാർട്ട്ലി ഓസിലേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതാണ് ഒരു ഹാർട്ട്ലി ഓസിലേറ്റർ സർക്യൂട്ടിന്റെ ബേസിക് ആയിട്ട് വരുന്ന ആ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. In the Hartley oscillator, the tuned LC circuit is connected between the collector and the base of the transistor amplifier. ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന്റെ ബേസിനും കളക്ടറിനും ബിറ്റ്വീൻ ആയിട്ട്, അതായത് കളക്ടറിനും ബേസിനും ബിറ്റ്വീൻ ആയിട്ട് നമ്മുടെ ഒരു LC ടാങ്ക് സർക്യൂട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഫോം ആക്കുന്ന ആ ഒരു ഓസിലേറ്റർ ആണ് ഹാർട്ട്ലി ഓസിലേറ്റർ. ഇവിടെ രണ്ട് കോമ്പിനേഷൻ വന്നിരിക്കുന്നു, ഒന്ന് ടാപ്ഡ് കോയിലും ഒന്ന് സ്പ്ലിറ്റ് കോയിലും ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സർക്യൂട്ടാണ് നമ്മൾ കളക്ടറിനും ബേസിനും ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. The Hartley oscillator is often referred to as a split inductance oscillator because coil L is center tapped. അപ്പോൾ നമുക്ക് ഇതിന് വേറൊരു പേര് കൂടി വരുന്നുണ്ട്, സ്പ്ലിറ്റ് ഇൻഡക്റ്റൻസ് ഓസിലേറ്റേഴ്സ് എന്നും കൂടി ഹാർട്ട്ലി ഓസിലേറ്ററിനെ പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ, ആ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്, 1/2π/LTC ആണ് വരുന്നത്. കാരണം LT എന്ന് വരാൻ കാരണം രണ്ട് L വരുന്നുണ്ട്, L1 ഉം L2 ഉം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പ്ലസ് 2M, ഇത് രണ്ടും കൂടി എല്ലാം കൂടി ആഡ് ചെയ്ത് വരുന്നതാണ് LT എന്ന് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് LT is the total cumulative coupled inductance of if two separate coils are used including their mutual inductance M. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന F is equal to 1/2π/LTC ആണ് വരുന്നത്, വേറെ LT is equal to L1 plus L2 plus 2M ആണ്. ഇതാണ് ഹാർട്ട്ലി ഓസിലേറ്റർ. Second one is the Colpitts oscillator. Colpitts oscillator എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഓഫ് ദ ഹാർട്ട്ലി ഓസിലേറ്റർ. അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, രണ്ട് കപ്പാസിറ്റേഴ്സും ഒരു കപ്പാസിറ്ററും രണ്ട് L1 L2 അങ്ങനെയുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു ഇൻഡക്ടറും രണ്ട് കപ്പാസിറ്ററും കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ബിറ്റ്വീൻ ആയിട്ട്, അതായത് രണ്ട് കപ്പാസിറ്ററിന്റെ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ഔട്ട്പുട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് വരും, FR is equal to 1/2π√LCT എന്ന് വരും. അപ്പോൾ CT എന്ന് പറഞ്ഞാൽ രണ്ടും നമുക്ക് സീരീസ് കപ്പാസിറ്റൻസ് ആണ്. സോ 1/CT is equal to 1/C1 plus C2, that is equal to C1 C2/C1 plus C2. ഇതാണ് എനിക്ക് വരുന്ന എൻ്റെ CTയുടെ ഇക്വേഷൻ. ഇതാണ് കോൾപിറ്റ്സ് ഓസിലേറ്റർ എന്ന് വരുന്നത്. So the basic configuration of the Colpitts oscillator resembles that of the Hartley oscillator, but the difference this time that the center tapping of the tank circuit is now made at the junction of the capacitive voltage divider network. അതായത് നമ്മുടെ ഒരു ഹാർട്ട്ലി ഓസിലേറ്റർ നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഇൻഡക്ടറിന് ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ ആ ഒരു സെന്റർ ടാപ്പിംഗ് എടുത്തിരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കപ്പാസിറ്ററിന് ബിറ്റ്വീൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ കോൾപിറ്റ്സ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ L-ന്റെയും CT-യുടെയും വാല്യൂ തന്നിട്ട് വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് ഇൻ എ കോൾപിറ്റ്സ് ഓസിലേറ്റർ എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഫ്രീക്വൻസി തന്നിട്ട് CT വാല്യൂ തന്നിട്ട് ഇൻഡക്റ്റൻസ് വാല്യൂ, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത മെത്തേഡാണ് ക്വാർട്സ് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്നത്. To obtain high level of oscillator stability, a quartz crystal is generally used as a frequency determined device to produce another type of oscillator circuit generally known as quartz crystal oscillator. അപ്പോൾ ക്വാർട്സ് ക്രിസ്റ്റൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഹൈ ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൻഡ് ടൈപ്പ് ഓഫ് ഓസിലേറ്റർ സർക്യൂട്ട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ക്വാർട്സ് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഹൈ ലെവൽ ഓഫ് ഓസിലേറ്റർ സ്റ്റെബിലിറ്റി. ഓക്കെ, ഒരു ഹൈ ലെവൽ വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ക്വാർട്സ് ക്രിസ്റ്റൽ യൂസ് ചെയ്തിട്ട് ഒരു ഓസിലേറ്റർ സർക്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ക്വാർട്സ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുകയാണ്, ഒരു സ്മോൾ തിൻ പീസ് ഓഫ് ആൻ ഇലക്ട്രിക് ഒരു ക്വാർട്സ് ക്രിസ്റ്റൽ. It begins to change shape, producing a characteristics known as piezoelectric effect. ഈ ഒരു piezoelectric effectന്റെ ബേസിസ് അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിളിലാണ് നമുക്ക് ഈ പറയുന്ന ക്വാർട്സ് ക്രിസ്റ്റൽ ഓസിലേറ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ക്വാർട്സ് ക്രിസ്റ്റൽ വരുന്നത്. അപ്പോൾ ഞാനൊരു സ്മോൾ വോൾട്ടേജ് സോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ആ ഒരു പീസോഇലക്ട്രിക് എഫക്റ്റ് വരികയും അതിന്റെ റിസൾട്ട് ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ ഒരു കൺസിഡറേഷൻസ് എടുത്തിരിക്കുകയാണ്. R is equal to R, അതുപോലെ തന്നെ XL is equal to 2 pi f LS എന്ന് എടുത്തിരിക്കുകയാണ്. XCS ഒരു വാല്യൂ എടുത്തു, റിയാക്ടൻസും കപ്പാസിറ്റൻസിന്റെയും വാല്യൂസ് എടുത്തു, സീരീസ് റിയാക്ടൻസും അതുപോലെ തന്നെ പാരലൽ റിയാക്ടൻസ് എടുത്തു. അപ്പോൾ ടോട്ടൽ ZS is equal to ഇംപെഡൻസ് ഇൻ സീരീസ് is equal to root of RS square plus XLS minus XCS whole square. അതിന്റെ പാരലൽ കോമ്പിനേഷനിൽ വരുന്നത് നമുക്ക് എന്താണ്? ZS into XCP divided by ZS plus XCP. ഓക്കെ, ഇതാണ് നമുക്ക് ഇത് റെപ്രസെന്റ് ഇനീഷ്യൽ ഫ്രിക്ഷൻ ഓഫ് സ്റ്റിഫ്നെസ് ക്രിസ്റ്റൽ, ഇത് റെപ്രസെന്റ്സ് പാരലൽ കപ്പാസിറ്റൻസ് ഓഫ് പ്ലേറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു ഇക്വേഷൻസ് ആണ് നമ്മൾ ഈ ഒരു 4 ഇക്വേഷൻസ് ആയിട്ട് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ക്വാർട്സ് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് അല്ലെങ്കിൽ നമുക്ക് സിലബസിൽ വന്നിരിക്കുന്ന ടോപ്പിക് മൾട്ടി വൈബ്രേറ്റേഴ്സ് യൂസിങ് ട്രാൻസിസ്റ്റേഴ്സ്. മൾട്ടി വൈബ്രേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു മൾട്ടി വൈബ്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്വിച്ചിങ് സർക്യൂട്ട് ആണ്. ഇറ്റ് ജനറേറ്റ് നോൺ സൈനുസോയിഡൽ വേവ്സ് സച്ച് ആസ് സ്ക്വയർ വേവ്സ്, റെക്ടാങ്കുലർ വേവ്സ്, അതല്ലെങ്കിൽ സോട്ടൂത്ത് വേവ്സ്. നോൺ സൈനുസോയിഡൽ വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്വിച്ചിങ് സർക്യൂട്ട് ആണ് എന്ന് പറയുന്നത് മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മൾട്ടി വൈബ്രേറ്റർ യൂസ് ഫ്രീക്വൻസി ജനറേറ്റർ ആയിട്ട് യൂസ് ചെയ്യും, ഫ്രീക്വൻസി ഡിവൈഡേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും, ജനറേറ്റേഴ്സ് ഓഫ് ടൈം ഡിലേസ് ആൻഡ് ഓൾസോ മെമ്മറി എലമെന്റ്സ് ഇൻ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഈ ഒരു മൾട്ടി വൈബ്രേറ്റേഴ്സിന് ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്സ് ഓഫ് മൾട്ടി വൈബ്രേറ്റർ ആണുള്ളത്. ഒന്ന് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, സെക്കൻഡ് വൺ ഈസ് ദ ബൈസ്റ്റേബിൾ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആൻഡ് തേർഡ് വൺ ഈസ് ദി ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, ദർ ഈസ് നോ സ്റ്റേബിൾ സ്റ്റേറ്റ്, അതാണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണക്ഷൻസും ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ, വർക്കിംഗ്, കണക്ഷൻസും ഒക്കെ നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. മൾട്ടി വൈബ്രേറ്റർ യൂസിങ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ മൾട്ടി വൈബ്രേറ്ററിന്റെയും വർക്കിംഗ് എങ്ങനെയാണ്, അല്ലെങ്കിൽ കണക്ഷൻസ് എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന്റെ വർക്കിംഗിലേക്കൊന്നും പോകുന്നില്ല. So unstable multivibrator എന്ന് പറഞ്ഞാൽ it has no stable states. Okay, അതിന്റെ frequency that is equal to 1 by t is equal to 1 by 1.38 RC, that is equal to 0.7 by RC എന്ന് വരും. ഓക്കെ, ഇതാണ് എനിക്ക് വരുന്ന എന്റെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ വരുന്നത് അൺസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? എക്സ്റ്റേണൽ ട്രിഗറിംഗ് റിക്വയർഡ് അല്ല, സർക്യൂട്ട് ഡിസൈൻ സിമ്പിൾ ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഡിസഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ എനർജി അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്, ഇതിന്റെ സർക്യൂട്ടിൽ കൂടുതലാണ്. ഔട്ട്പുട്ട് സിഗ്നൽ ഓഫ് ലോ എനർജിയാണ്. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 50%, അതല്ലെങ്കിൽ ലെസ് ദാൻ 50% ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് നമുക്ക് വരുന്നത്? അമേച്ചർ റേഡിയോ എക്യുപ്മെന്റ്സ്, മോസ് പോർട്ട് ജനറേറ്റേഴ്സ്, ടൈമർ സർക്യൂട്ട്സ്, അനലോഗ് സർക്യൂട്ട്സ്, TV സിസ്റ്റംസ്, അങ്ങനെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഈ ഒരു അൺസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന് ഉണ്ട്. അടുത്ത നമ്മുടെ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. അപ്പോൾ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, മോണോസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാകും. ഓക്കെ, 1 സ്റ്റേബിൾ സ്റ്റേറ്റും ഒരു ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റും ആയിരിക്കും ഉണ്ടാവുന്നത്. അതാണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ വേറൊരു പേരാണ് വൺ ഷോട്ട് മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയുന്നത്. വൺ ഷോട്ട് മൾട്ടിവൈബ്രേറ്റർ. Okay, the transistor conduct, the other remains in non-conducting state. A stable state is such that the transistor remains without being altered unless disturbed by external trigger. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു external trigger pulse കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ആ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് അത് മൂവ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റ്, അതായത് നമുക്ക് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് മാത്രമാണ് ഉണ്ടാകുന്നത്. ദെൻ നമുക്കതിനെ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? 1 ട്രിഗർ പൾസ് ഇനഫ് ആണ്, സർക്യൂട്ട് ഡിസൈൻ സിമ്പിൾ ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ്. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ the major drawback of using a monostable multivibrator is that the time between the applications of trigger pulse t has to be greater than that of the RC time constant of the circuit. അപ്പോൾ നമ്മൾ ആ ഒരു ട്രിഗർ പൾസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ആ ഒരു ട്രിഗർ പൾസിന്റെ ടൈം എന്ന് പറയുന്നത് RC ടൈം കോൺസ്റ്റന്റിനേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഒരു മെയിൻ ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ടെലിവിഷൻ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കൺട്രോൾ സിസ്റ്റം സർക്യൂട്ട്സിൽ നമ്മൾ ഈ പറയുന്ന മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. ബൈസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാകും? 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതിന്റെ വേറൊരു പേരാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് വിളിക്കും, അതല്ലെങ്കിൽ സിംപ്ലി ബൈനറി എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു MCQ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ.
അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നറിയപ്പെടുന്ന മൾട്ടി വൈബ്രേറ്റർ ഏതാണെന്നുള്ളത്. ഓപ്ഷൻസ് നമുക്ക് മോണോസ്റ്റേബിൾ തന്നിട്ടുണ്ടാകും, അസ്റ്റേബിൾ തന്നിട്ടുണ്ടാകും, ബൈസ്റ്റേബിൾ തന്നിട്ടുണ്ടാകും, നൺ ഓഫ് ദീസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പേര് തന്നിട്ടുണ്ടാകും അല്ലെ. അപ്പൊ നമുക്ക് അറിയണം ബൈസ്റ്റേബിൾ മീൻസ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ഉള്ളതിനെയാണ് ബൈസ്റ്റേബിൾ എന്ന് പറയുന്നത്. ബൈസ്റ്റേബിളിന്റെ വേറെ പേരാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതല്ലെങ്കിൽ ബൈനറി എന്നുള്ള ഒരു പേര് നമുക്കതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഇതുള്ളതുകൊണ്ട് രണ്ട് എക്സ്റ്റേണൽ ട്രിഗർ പൾസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കൂ, ഇവിടെ ഒരു ട്രിഗർ പൾസ് കൊടുക്കുന്നുണ്ട്, സിമിലർലി ഇവിടെ നമ്മളൊരു ട്രിഗർ പൾസ് കൊടുക്കുന്നുണ്ട്. സോ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഓക്കെ, അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? പ്രീവിയസ് സ്റ്റേറ്റ് ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സർക്യൂട്ട് ഡിസൈനും സിമ്പിൾ ആണ്. ഇവിടെ നമുക്ക് രണ്ട് കൈൻഡ്സ് ഓഫ് ട്രിഗർ പൾസ് ആവശ്യമുണ്ട്. ഒരു കോസ്റ്റ്ലി, അതായത് മൾട്ടി വൈബ്രേറ്റർ അതർ മൾട്ടി വൈബ്രേറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? പൾസ് ജനറേഷനിൽ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ ഓപ്പറേഷൻസ് ലൈക്ക് കൗണ്ടിങ്, സ്റ്റോറിംഗ് ഓഫ് ബൈനറി ഇൻഫർമേഷൻസ്. ഈ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് ആരാണ്? ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് നോക്കുന്നത് എന്താണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്നാണ് അല്ലെ. ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക്കലി ഇറ്റ് ഈസ് ആൻ ആംപ്ലിഫയർ ആണ്. അതിൽ നമുക്ക് മൂന്ന് ടെർമിനലുകൾ വരുന്നത്, രണ്ട് ഇൻപുട്ടും ഒരു ഔട്ട്പുട്ട് ടെർമിനലാണ് വരുന്നത്. രണ്ട് ഇൻപുട്ടുകൾ എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടിംഗ് ഇൻപുട്ടും നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടും ആണ്. ഇൻവേർട്ടിംഗ് മീൻസ് എനിക്ക് നെഗറ്റീവ് സൈൻ ആയിരിക്കും, നോൺ ഇൻവേർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സൈൻ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ഇൻപുട്ട് നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിരിക്കും. എന്താണോ ഇൻപുട്ട് അതിന്റെ ഒരു ഇൻവേർട്ടഡ് വേർഷൻ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. എന്നാൽ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതേ ഫേസിൽ തന്നെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ബേസിക്കലി ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം ആണ് നമുക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് 4 സ്റ്റേജുകളാണ് വരുന്നത്. ആദ്യം ഞാനൊരു ഇൻവേർട്ടിംഗ് ഇൻപുട്ട് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഇൻപുട്ട് സ്റ്റേജിലേക്കാണ് വരുന്നത്. ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഡുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഈ ഒരു റിസൾട്ട് നമ്മളൊരു ഇന്റർമീഡിയറ്റ് സ്റ്റേജിലേക്കാണ് പാസ് ചെയ്തിരിക്കുന്നത്. ആ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഓക്കെ, ഈ ഒരു റിസൾട്ട് നമ്മളൊരു ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജിലേക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ഈ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസൈൻ സജസ് എമിറ്റർ ഫോളോവർ ആണ്. യൂസിംഗ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എമിറ്റർ ഫോളോവർ സർക്യൂട്ട് ആണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് സ്റ്റേജ് ആണ്. ഈ ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ ആണ്. ദെൻ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പിൻ കോൺഫിഗറേഷൻ ആണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പ്ലസ് എന്ന് പറയുന്നത് എന്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ആണ്. വി മൈനസ് എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടിംഗ് ടെർമിനൽ ആണ്. വി എസ് വി മൈനസ് എന്ന് പറയുന്നത് പോസിറ്റീവ് സപ്ലൈ നെഗറ്റീവ് സപ്ലൈ. വി ഔട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജുകൾ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്കൊരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഡയഗ്രാമിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് രണ്ട് ടൈപ്സ് ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ്. ഇൻവേർട്ടിംഗും അതുപോലെ തന്നെ നോൺ ഇൻവേർട്ടിംഗും ആണ്. ഓക്കെ, അപ്പൊ ഇൻവേർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കായിരിക്കും ഞാൻ എന്റെ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, എന്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഞാൻ ഇൻപുട്ട് കൊടുക്കുകയും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഞാൻ ഗ്രൗണ്ട് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ദെൻ അപ്പൊ എനിക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? ഇൻവേർട്ടഡ് ആയിട്ടൊരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇൻവേർട്ടിംഗ് ഒപ്പ് ആംപ് എന്ന് പറയുന്നത്. എന്നാൽ നോൺ ഇൻവേർട്ടിംഗ് ആണെങ്കിൽ എന്തായിരിക്കും? എന്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഞാൻ ഇൻപുട്ട് അപ്ലൈ ചെയ്യുകയും ഇൻവേർട്ടിംഗ് ടെർമിനൽ ഞാൻ ഗ്രൗണ്ട് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ എനിക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് എന്താണോ കൊടുത്തത് അതേ ഫേസിലായിരിക്കും ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു വേർഷൻ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ R2 എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ ഫീഡ്ബാക്ക് പാർട്ട് ആണ്. ഓക്കെ, അതായത് ഞാൻ രണ്ട് ഇൻപുട്ടുകൾ കൊടുത്ത് എനിക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ആ ഔട്ട്പുട്ടിന്റെ ഒരു പോർഷൻ ഞാൻ അഗൈൻ ഇൻപുട്ടിലേക്ക് ഫീഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഫീഡ്ബാക്ക് പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് പറയാം ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ലൂപ്പ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ് വരുന്നത്. ഓക്കെ, ഇതും ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആണ്. കാരണം എന്താണ്? ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നു, അഗൈൻ ഔട്ട്പുട്ടിനെ ഞാൻ ഫീഡ്ബാക്ക് ചെയ്ത് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ലൂപ്പ് ആണ്. ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനും വരുന്നുണ്ട്. ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫീഡ്ബാക്ക് പാത്ത് ഉണ്ടാവില്ല. രണ്ട് ഇൻപുട്ടുകൾ കൊടുക്കുന്നു, ഔട്ട്പുട്ട് എടുക്കുന്നു, അതായിരിക്കും എനിക്ക് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ. അതിൽ നമുക്ക് ഇൻവേർട്ടിംഗും വരും നോൺ ഇൻവേർട്ടിംഗും വരും. ഓക്കെ, പക്ഷെ ഒരു മെയിൻ പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനിൽ എന്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് വളരെ ഹൈ വാല്യൂ ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 10 to the power of 5 to 10 to the power of 6. ആ ഒരു റേഞ്ചിലാണ് എനിക്ക് വോൾട്ടേജ് ഗെയിൻ വരുന്നത്. പക്ഷേ പ്രാക്ടിക്കലി നമുക്ക് ഈ ഒരു ഹൈ വോൾട്ടേജ് ഗെയിൻ നമുക്ക് പോസിബിൾ അല്ല. അപ്പൊ ആ ഒരു വോൾട്ടേജ് ഗെയിനെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നത് വഴി എന്റെ വോൾട്ടേജ് ഗെയിൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നെഗറ്റീവ് ഫീഡ്ബാക്ക്. എന്താണ് ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ?
ഞാൻ എൻ്റെ ഈ ഒരു ഔട്ട്പുട്ട് ടെർമിനലിൽ നിന്നും ഒരു പോർഷൻ എടുത്തിട്ട് എൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇഫ് ഞാൻ ഈ ഒരു ഫീഡ്ബാക്ക് ഞാൻ എൻ്റെ ഒരു പോസിറ്റീവ് ടെർമിനൽ അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ then it is called പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, അതായത് നെഗറ്റീവ് ടെർമിനലാണെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്, പോസിറ്റീവ് ടെർമിനലിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ടെർമിനൽ, പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻവേർട്ടിംഗും നോൺ ഇൻവേർട്ടിംഗും. Then ഇൻവേർട്ടിംഗിന്റെ ഒരു വോൾട്ടേജ് ഗെയിൻ ഇക്വേഷൻ ആണ്. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അതാണ് എനിക്ക് വരുന്ന ഇക്വേഷൻ -R2/R1 ആണ്. എന്തുകൊണ്ടാണ് എനിക്ക് ഇവിടെ മൈനസ് വരാൻ കാരണം? ബിക്കോസ് ഇൻപുട്ട് ഈസ് ഗിവൻ ടു ദി ഇൻവേർട്ടിംഗ് ടെർമിനൽ. എനിക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് നെഗറ്റീവ് സൈൻ വരുന്നത്. നോൺ ഇൻവേർട്ടിംഗിന്റെ വോൾട്ടേജ് ഗെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് 1+R2/R1 ആണ്. 1+R2/R1. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, വാട്ട് ഈസ് ദ വോൾട്ടേജ് ഗെയിൻ ഇക്വേഷൻ ഫോർ നോൺ ഇൻവേർട്ടിംഗ് ഒപ്പ് ആംപ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഒരു നോൺ ഇൻവേർട്ടിംഗ് ഒപ്പ് ആമ്പിന്റെ വോൾട്ടേജ് ഗെയിൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണം 1+R2/R1. ഈ R2നും R1നും പകരം R2ന് പകരം ചിലപ്പോൾ RF എന്ന് ഡിനോട്ട് ചെയ്യാം, ദാറ്റ് ഈസ് ഫീഡ്ബാക്ക് റെസിസ്റ്റർ. ഓക്കെ, ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആയിട്ട് RF എന്ന് ഡിനോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇൻപുട്ട് റെസിസ്റ്ററിന് പകരം R, അതായത് R1ന് പകരം ഇന്ന് വേണമെങ്കിലും നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കറക്റ്റ് ആണ്. അതായത് ഇവിടെ നമുക്ക് എന്ത് വരും? അങ്ങനെയാണെങ്കിൽ -RF/R ഇന്ന് വരും, ഇവിടെ 1+RF/R ഇന്ന് വരും. അങ്ങനെ എഴുതിയാലും നമുക്ക് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു പൊസിഷൻസ് നോക്കിയിട്ട് ഏതാണ് റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻവേർട്ടിംഗും നോൺ ഇൻവേർട്ടിംഗും. ഇത് നമുക്ക് ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷൻ ആണ് വന്നിരിക്കുന്നത് ഒപ്പ് ആമ്പിന്റെ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഒപ്പ് ആമ്പിന്റെ അഡ്വാൻറ്റേജുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആണ്, ഹൈ ഗെയിൻ ആണ്, ഹൈ സ്ലീവ് റേറ്റ് ആണ്, ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ്, ഹൈ കോസ്റ്റ്, അങ്ങനെ നമ്പർ ഓഫ് അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ഒപ്പ് ആമ്പിൽ വരുന്നത്. ഡിസഡ്വാൻറ്റേജുകൾ നോക്കുകയാണെങ്കിൽ ലിമിറ്റഡ് ബാൻഡ്വിഡ്ത്ത്, ഹൈ ഓഫ്സെറ്റ് വോൾട്ടേജ്, ഹൈ ഇൻപുട്ട് ബയാസ് കറന്റ്, ഹൈ ഓഫ്സെറ്റ് കറന്റ്. ഓക്കെ, അതുപോലെ ആപ്ലിക്കേഷൻസ്, നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആംപ്ലിഫിക്കേഷൻസ്, ആക്റ്റീവ് ഫിൽറ്റേഴ്സ്, അരിത്തമെറ്റിക് സർക്യൂട്ട്സ്, ലോഗ് ആന്റി ലോഗ്, അതുപോലെ തന്നെ വോൾട്ടേജ് കമ്പാരേറ്റേഴ്സ്, ഇതിൽ കുറെ എണ്ണം നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഓഫ് ഒപ്പ് ആമ്പ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് കുറച്ച് ഒപ്പ് ആമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. It is defined as the voltage that must be applied between the two input terminals of an op amp to null or zero the output. ഔട്ട്പുട്ടിനെ നള്ള് ചെയ്യുന്നതിനോ സീറോ ആക്കുന്നതിനോ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ടെർമിനലുകളിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്ന് പറഞ്ഞാൽ the input offset current is the difference between the current into the inverting and non-inverting terminals of balanced amplifier. ഒരു ബാലൻസ്ഡ് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിങ്ങും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലുകളിലേക്ക് വരുന്ന ആ ഒരു കറന്റിന്റെ ഡിഫറൻസിനെയാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വോൾട്ടേജ് ഗെയിൻ. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദ ഇമ്പോർട്ടന്റ് വൺ, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ? ആ ഒരു ഇക്വേഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. It is the difference, that it is the ratio between the differential mode voltage gain to the common mode voltage gain, AD/ACM ആണ്. AD എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഗെയിൻ, കോമൺ മോഡ് റിജക്ഷൻ ഗെയിൻ ആണ് A എന്ന് പറയുന്നത്. ഓക്കെ, സോ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് സ്ലീവ് റേറ്റ്. ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതായത് സ്ലീവ് റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിലാണെന്നാണ്? വോൾട്ട്സ് പെർ മില്ലി സെക്കൻഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതാണ് കറക്റ്റ് വരുന്നത്. അതായത് ജസ്റ്റ് വോൾട്ട് തരും, മില്ലി സെക്കൻഡ്സ് തരും, ചിലപ്പോൾ സെക്കൻഡ്സ് തരും. വോൾട്ട്സ് പെർ മില്ലി സെക്കൻഡ്സ് ആണ് ദാറ്റ് ഈസ് ദ കറക്റ്റ് എക്സ്പ്രഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാക്സിമം റേറ്റ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് പെർ യൂണിറ്റ് ഓഫ് ടൈം. ഒരു യൂണിറ്റ് ഓഫ് ടൈമിൽ വരുന്ന മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് അണ്ടർ ദി സിഗ്നൽ കണ്ടീഷൻസ്. ഇതാണ് സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് കറന്റ്. ഔട്ട്പുട്ട് ഇംപിഡൻസ് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ദി ഇൻപുട്ട് കറന്റ്. ഓക്കെ, ഇതൊക്കെയാണ് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഒപ്പ് ആമ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ കുറെ ആപ്ലിക്കേഷൻസ് നോക്കാം. എന്തുകൊണ്ടാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് പേര് വരാൻ കാരണം? ഇറ്റ് പെർഫോംസ് ഡിഫറെന്റ് ഓപ്പറേഷൻസ് ലൈക്ക് സമ്മിങ്, ഡിഫറൻഷിയേഷൻ, ഡിഫറൻഷിയേറ്റർ, ഇന്റഗ്രേറ്റർ, ലോഗരിതമിക്, ആൻഡ് ലോഗരിതമിക്, അങ്ങനെ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അതിന് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്നുള്ളൊരു പേര് വരാൻ കാരണം. ഓക്കെ, സോ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ നോക്കുന്നത് സമ്മിങ് ആംപ്ലിഫയർ ആണ്. സമ്മിങ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതിൽ എന്താണ്? ഒരു ഇൻപുട്ട് ആയിരുന്നു, അല്ലെ ഒരു റെസിസ്റ്റർ വഴിയാണ് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്തത്. ഇഫ് സപ്പോസ് നമ്മൾ n നമ്പർ ഓഫ് ഇൻപുട്ട്, ഇവിടെ നമ്മൾ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്, R in 3 റെസിസ്റ്റർ വഴി 3 ഇൻപുട്ടുകൾ V1, V2, V3 3 ഇൻപുട്ടുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 3 ഇൻപുട്ടുകളെ എല്ലാം കൂടി സം
ചെയ്ത് ഒരൊറ്റ ഇൻപുട്ട് ആയിട്ട് ഞാൻ എൻ്റെ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇതാണ് സമ്മിങ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സമ്മിങ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ you add two or more resistors to the input, each equal in value to the original input resistor. End up with another operation amplifier circuit is called summing amplifier, അതല്ലെങ്കിൽ summing inverter, അല്ലെങ്കിൽ voltage adder. ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ആറിന്റെ വാല്യൂ, അതായത് എന്താണോ നമ്മുടെ ഇൻപുട്ട് റെസിസ്റ്ററിന്റെ വാല്യൂ, ആ സെയിം വാല്യൂ ആയിരിക്കണം ഈ പറയുന്ന 3 ഇൻപുട്ട് റെസിസ്റ്റേഴ്സിന് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് സമ്മിങ് ആംപ്ലിഫയർ. അതിന്റെ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ ആണ് V minus Vout is equal to RF by Rin into V1 plus V2 plus V3 up to etc. എത്ര വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഈ മൈനസ് എന്തുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻവെർട്ടിംഗ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഈ ഒരു സമ്മിങ് ആംപ്ലിഫയർ വഴി നമുക്കൊരു സമ്മിങ് ആണ്, സമ്മാണ് ആഡ് അല്ലെങ്കിൽ സമ്മാണ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ നോൺ ഇൻവെർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ വരും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് ഞാൻ എന്റെ ഈ റെസിസ്റ്റേഴ്സ് വാല്യൂസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് AV is equal to Vout by Vin is equal to Vout by V plus that is equal to 1 plus RA by RB വരും. RA എന്ന് പറയുന്നത് എന്താണ്, എന്റെ ഫീഡ്ബാക്ക് റെസിസ്റ്ററും RB എന്ന് പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്ററും ആണ്. ഓക്കെ, so Vout is equal to 1 plus RA by RB into V plus വരും. അപ്പൊ Vout V plus എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ എന്താ വരുന്നത്, 2 V1 ആണ് അല്ലേ, V1 plus V2 by 2 എന്നുള്ളത് വരും. ഓക്കെ, ഇതാണ് എനിക്ക് വരുന്ന ഫൈനൽ ഔട്ട്പുട്ട് ഇക്വേഷൻ. അടുത്തത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ 2 ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് എന്റെ ഇൻവെർട്ടിംഗ് ടെർമിനലിലും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലും ഞാൻ 2 ഇൻപുട്ടുകൾ കൊടുത്തിരിക്കുകയാണ്. V1 V2 എന്ന് പറഞ്ഞിട്ട് 2 ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ആ 2 ഇൻപുട്ടുകളുടെ ഡിഫറൻസ് ആയിരിക്കും എനിക്ക് ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അതാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ 2 ഇൻപുട്ട് V1 V2 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് ദ ആംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ഇൻപുട്ട് സിഗ്നൽസ്. ഓക്കെ, അപ്പൊ അതിന് വരുന്ന ഇക്വേഷൻ ആണ് നമുക്ക് Vout is equal to R3 by R1 into V2 minus V1 വരും. ഓക്കെ, R3 by R1 into V2 minus V1. ഓക്കെ, ഇതാണ് എന്റെ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഇന്റഗ്രേറ്റർ ആണ്. ഓക്കെ, അതായത് ഒപാം ഇന്റഗ്രേറ്റർ ആണ്. അപ്പൊ നമ്മുടെ ആ ഒരു മാത്തമാറ്റിക്കൽ ഇന്റഗ്രേഷൻ പെർഫോം ചെയ്യുന്ന ആ ഒരു സർക്യൂട്ട് ആണ് എന്റെ ഇന്റഗ്രേറ്റർ എന്ന് പറയുന്നത്, ഒപാം ഇന്റഗ്രേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഫീഡ്ബാക്കിൽ ഒരു കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്ത വഴിയാണ് ഈ ഒരു ടോട്ടൽ സർക്യൂട്ട് ഒരു ഇന്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഇന്റഗ്രേറ്റഡ് വാല്യൂ ഓഫ് ദ ഇൻപുട്ട് വാല്യൂ, ഇൻപുട്ട് വോൾട്ടേജ്. സോ അതിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്, Vs is equal to minus 1 by RC integral of VE dt എന്നാണ്. ഓക്കെ, ഇതാണ് ഒരു ഇന്റഗ്രേറ്റർ എന്ന് പറയുന്നത്. അടുത്തത് ഡിഫറൻഷിയേറ്റർ ആണ്. അപ്പൊ ഡിഫറൻഷിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്റെ ഇൻപുട്ടിന്റെ ഡിഫറൻഷിയേറ്റഡ് വാല്യൂ ആയിരിക്കും. നമുക്ക് ഇവിടെ ഡിഫറൻസ് വരുന്നത് ഈ ആറിന്റെയും സിയുടെയും പ്ലേസ് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇന്റഗ്രേറ്ററിൽ എനിക്ക് ഫീഡ്ബാക്ക് പാത്തിൽ കപ്പാസിറ്റർ ആയിരിക്കും, എന്നാൽ ഡിഫറൻഷിയേറ്ററിൽ എന്റെ ഫീഡ്ബാക്ക് പാത്തിൽ റെസിസ്റ്ററും ഇൻപുട്ട് പോർഷനിൽ എനിക്ക് കപ്പാസിറ്ററും വരും. ഓക്കെ, സോ എന്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്, മൈനസ് RC dVe by dt. ഇതാണ് എനിക്ക് വരുന്ന ഔട്ട്പുട്ട് ഇക്വേഷൻ. ഓക്കെ, അടുത്തത് ലോഗരിതമിക് ആംപ്ലിഫയർ. ലോഗരിതമിക് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ലോഗരിതമിക് ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ലോഗ് വാല്യൂ, എനിക്ക് ഇൻപുട്ട് എന്താണോ കൊടുക്കുന്നത് അതിന്റെ ലോഗ് വാല്യൂ ആയിരിക്കും എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൽ കിട്ടുന്നത്. ഓക്കെ, അതായത് ലോഗരിതമിക് ഓഫ് ദി അപ്ലൈഡ് ഇൻപുട്ട് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് ഫീഡ്ബാക്കിൽ ഞാനൊരു ഡയോഡാണ് എനിക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഡയോഡാണ് ഇവിടെ ഞാൻ എന്റെ ഫീഡ്ബാക്കിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്താണ്, V0 is equal to minus N VT ln VI by R1 IS എന്ന് വരും. ഓക്കെ, ഇതാണ് എനിക്ക് വരുന്ന ഔട്ട്പുട്ട് ഇക്വേഷൻ ഫോർ ലോഗരിതമിക് ആംപ്ലിഫയർ. അടുത്തത് ആന്റി ലോഗരിതമിക്. ആന്റി ലോഗരിതമിക് എന്ന് പറയുമ്പോൾ എന്റെ ഈ ഒരു റെസിസ്റ്ററിന്റെയും ഡയോഡിന്റെയും പൊസിഷൻ മാറുന്നുണ്ട്. ആ ഒരു എക്സ്പോണൻഷ്യൽ ടേം അല്ലെങ്കിൽ ഒരു ആന്റി ലോഗരിതമിക് റിസൾട്ട് ആയിരിക്കും എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഇക്വേഷൻ എന്താ വരുന്നത്, V0 is equal to minus RF IS e power VI by N VT. ഓക്കെ, ഇതാണ് എന്റെ ആന്റി ലോഗരിതമിക് ആംപ്ലിഫയറിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അടുത്തൊരു ടൈപ്പ് ആണ് വോൾട്ടേജ് ഫോളോവർ. വോൾട്ടേജ് ഫോളോവർ എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് ഇൻപുട്ട് എന്താണോ ഞാൻ കൊടുക്കുന്നത് അതിന്റെ അതേ തന്നെയായിരിക്കും എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് യൂണിറ്റി ആണ്. ഓക്കെ, കാരണം നമുക്ക് ആംപ്ലിഫിക്കേഷൻസ് ഒന്നും നടക്കുന്നില്ല, ഇൻപുട്ട് കൊടുക്കുന്നു അതന്നെയായിരിക്കും എനിക്ക് ഔട്ട്പുട്ടിൽ വരുന്നത്. സോ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് എനിക്ക് യൂണിറ്റി ആണ്. ഇതിന്റെ വേറെ കുറച്ച് പേരുകളാണ് യൂണിറ്റി ഗെയിൻ ഓപ്പറേഷൻ ആംപ്ലിഫയർ, അല്ലെങ്കിൽ ഒപാം ബഫർ, അതല്ലെങ്കിൽ ബഫർ ആംപ്ലിഫയർ, ഐസൊലേഷൻ ആംപ്ലിഫയർ, യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ, അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. കാരണം എന്താണ്, ഞാൻ ഇൻപുട്ട് എന്താണോ കൊടുക്കുന്നത് അതന്നെയാണ് എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ,
ഇതിന്റെ അഡ്വാൻറ്റേജുകൾ എന്ന് പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് സീറോ കറന്റ് ആയിരിക്കും നമുക്ക് ഇന്ന് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇൻപുട്ട് പവർ സോഴ്സിൽ നിന്ന് എടുക്കുന്ന കറന്റ് സീറോ ആയിരിക്കും. ഹൈ ഇൻപുട്ട് ഇംപിഡൻസും ലോ ഔട്ട്പുട്ട് ഇംപിഡൻസും ആണ് നമുക്ക് വരുന്നത്. കറന്റ് ഗെയിൻ ഉണ്ടാകും, പവർ ഗെയിൻ ഉണ്ടാകും, ലോഡിംഗ് എഫക്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആംപ്ലിഫിക്കേഷൻ നമുക്ക് ഇവിടെ പെർഫോം ആവുന്നില്ല, യൂണിറ്റി ഗെയിൻ ആണ് വരുന്നത്. ഓക്കെ, അടുത്തൊരു ടോപ്പിക് ആണ് കമ്പാരിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ കമ്പാരിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പയർ ചെയ്യാണ് അല്ലെ, രണ്ട് ഇൻപുട്ട് കൊടുക്കും, അതിനെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ദാറ്റ് ഈസ് കമ്പാരിറ്റർ. അപ്പൊ ഇവിടെ നമുക്കൊരു ഇൻവേർട്ടിംഗ് കമ്പാരിറ്ററും വരുന്നുണ്ട്, നോൺ ഇൻവേർട്ടിംഗ് കമ്പാരിറ്ററും വരുന്നുണ്ട്. അപ്പൊ ഇൻവേർട്ടിംഗ് കമ്പാരിറ്റർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് എന്തിലായിരിക്കും കൊടുക്കുന്നത്? ഇൻവേർട്ടിംഗിലും. കമ്പയർ ചെയ്യേണ്ട ആ ഒരു റെഫറൻസ് വോൾട്ടേജ് ആയിരിക്കും ഞാൻ എന്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇൻവേർട്ടിംഗ് കമ്പാരിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോൺ ഇൻവേർട്ടിംഗ് എന്ന് പറയുമ്പോഴേക്കും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയും സൈനസോയ്ഡൽ ഇൻപുട്ട് സിഗ്നൽ ആയിരിക്കും ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദ സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. അതായത് ഒരു സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് അത് സീറോ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇൻഡിക്കേഷൻ വരും, അല്ലെങ്കിൽ ഒരു ഡിറ്റക്ടർ ആയിട്ടുള്ള ഒരു റിസൾട്ട് വരും, കാണിക്കും. ഓക്കെ, അതാണ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വോൾട്ടേജ് കമ്പാരിറ്ററും കൂടിയാണ്. ഇതൊരു വോൾട്ടേജ് കമ്പാരിറ്റർ ആണ്, കാരണം നമ്മൾ രണ്ട് ഇൻപുട്ട് വോൾട്ടേജുകൾ കൊടുത്തിട്ടുണ്ടാകും. ഒരു റെഫറൻസ് വോൾട്ടേജും അതല്ലെങ്കിൽ ഒരു ഇൻപുട്ട് വോൾട്ടേജും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് സീറോ ക്രോസ് ചെയ്യുന്ന ടൈമിൽ, ഇപ്പൊ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇനിഷ്യലി ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, സീറോ ക്രോസ് ചെയ്തു, എനിക്ക് എന്റെ ഇവിടെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. എഗെയിൻ ഞാൻ എന്റെ നെഗറ്റീവ് വോൾട്ടേജ് എത്തിയിട്ട് അവിടെ സീറോ ക്രോസ് ചെയ്യുന്ന സമയത്ത് എഗെയിൻ എന്റെ ഈ ഒരു പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവ് ആയിട്ട്. അപ്പൊ ഇതാണ് ഒരു സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവും നെഗറ്റീവും ചേഞ്ച് ആകുന്നതിനനുസരിച്ച് എന്റെ ഔട്ട്പുട്ടിലും വേരിയേഷൻസ് വരുന്നുണ്ട്. ഇതാണ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. അടുത്തതാണ് സ്മിത്ത് ട്രിഗർ എന്ന് പറയുന്നത്. Okay, if the comparator is being used as zero crossing detector, then such a false triggering can also lot of problem. നമുക്ക് ഒരു false triggering ഒക്കെ ആകാം അല്ലേ. ചിലപ്പോൾ നമുക്ക് റോങ് ഇൻഡിക്കേഷൻ തരാം. ആ ഒരു സീറോ ക്രോസിംഗിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം, നമുക്ക് ഒരു നോയ്സിന്റെ കാര്യം കൊണ്ടോ, അപ്പൊ നമുക്ക് ആ ഒരു സീറോയിൽ എത്തിയിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്താണോ ഇൻപുട്ട് അതിന്റെ തന്നെ ആയിരിക്കില്ല ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ ആ ഒരു അൺനെസസറി ആയിട്ടുള്ള സ്വിച്ചിങ് ഒക്കെ നമുക്ക് ആ ഒരു ഹൈ ലോ സ്റ്റേറ്റുകൾ വരുന്നുണ്ടാവുമ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സർക്യൂട്ട് ആണ് സ്മിത്ത് ട്രിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ട് ആണ് സ്മിത്ത് ട്രിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു ഹിസ്റ്ററിസിസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഹൈ വോൾട്ടേജും ലോ വോൾട്ടേജും നമ്മളിതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ട് ഡിഫറെന്റ് ത്രെഷോൾഡ് വോൾട്ടേജ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് സ്മിത്ത് ട്രിഗറിൽ വരുന്നത്. അപ്പൊ ഇതാണ് ഒപ്പാമ്പ് ബേസ്ഡ് സ്മിത്ത് ട്രിഗറിൽ വരുന്ന ഇക്വേഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു റെഫറൻസ് വോൾട്ടേജിന്റെ നോൺ ഇൻവേർട്ടിംഗിൽ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കുമാണ് ഞാൻ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് എനിക്ക് ഗ്രാഫിലായിട്ട് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു പോസിറ്റീവ് ഹൈ ത്രെഷോൾഡ് വോൾട്ടേജ് ഉണ്ടാകും. VLT എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ത്രെഷോൾഡ് വോൾട്ടേജ്. VUT എന്ന് പറഞ്ഞാൽ അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ്. ഓക്കെ, ആ ഒരു രണ്ട് വോൾട്ടേജിനനുസരിച്ചിട്ടായിരിക്കും എനിക്ക് എന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ ചേഞ്ചസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻസ് VREF is equal to VSAT into R2 by R1 plus R2 minus VREF എന്ന് പറഞ്ഞാൽ minus VSAT into R2 by R1 plus R2. ഇതാണ് സ്മിത്ത് ട്രിഗറിന്റെ രണ്ട് ഇക്വേഷൻസ് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് നോൺ ഇൻവേർട്ടിംഗ് സ്മിത്ത് ട്രിഗറും വരും അല്ലെ. അപ്പൊ നോൺ ഇൻവേർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് ഞാൻ എന്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും ഇൻവേർട്ടിംഗ് ടെർമിനലും ഞാൻ എനിക്ക് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? Convert sine wave into square wave. It is the main application of the Smith trigger. ഒരു സൈൻ വേവിനെ സ്ക്വയർ വേവ് ആക്കുകയാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. It can be used to eliminate the chatter in comparators. Comparators വരുന്ന ചാറ്റേഴ്സിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സിംപ്ലി ഓൺ ഓഫ് കൺട്രോളേഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തതാണ് നമ്മുടെ 555 ടൈമർ IC. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു 555 ടൈമർ IC എന്ന് പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ 5 കിലോ ഓമിന്റെ 3 റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിനെ 555 ടൈമർ IC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് അക്യുറേറ്റ് ടൈം ഡിലേസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓസിലേഷൻസ് ഒക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു 555 ടൈമർ IC യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൽ വരുന്ന ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട്, സെക്കൻഡ് പിൻ ട്രിഗർ, തേർഡ് പിൻ ഔട്ട്പുട്ട്, ഫോർത്ത് റീസെറ്റ്, ഫിഫ്ത്ത് കൺട്രോൾ വോൾട്ടേജ്, സിക്സ്ത് ത്രെഷോൾഡ്, സെവൻത്ത് ഡിസ്ചാർജ്, എയ്ത്ത് VCC ആണ്. ഓക്കെ, ഇതാണ് കറസ്പോൺസ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫങ്ഷണൽ ഡയഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഫസ്റ്റ് വൺ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അപ്പൊ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ വേറൊരു പേരാണ് ഫ്രീ റണ്ണിംഗ് മൾട്ടി വൈബ്രേറ്റർ, ബിക്കോസ് ഇറ്റ് ഹാസ് നോ സ്റ്റേബിൾ സ്റ്റേറ്റ്. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന് നമുക്ക് സ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ല. അതിന്റെ രണ്ട് സ്റ്റേറ്റുകളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും, അതുകൊണ്ടാണ് ഇതിനെ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് രണ്ട് റെസിസ്റ്റേഴ്സ് R1 R2 രണ്ട് റെസിസ്റ്റേഴ്സ്, ഒരു കപ്പാസിറ്ററും ആണ് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് അതിലേക്ക് വേണ്ടത്.
ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻസ് സ്പൈറൽ ജനറേഷൻ, പൾസ് പോസ്റ്റ് മോഡുലേഷൻ ആൻഡ് പൾസ് ട്രെയിൻ, ഇതൊക്കെയാണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, അടുത്തതാണ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മോണോസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഒരു ട്രിഗർ പൾസ് കൊടുക്കണം. ആ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് നമ്മളൊരു ട്രിഗർ പൾസ് കൊടുക്കുകയാണെങ്കിൽ ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോവുകയും എഗെയിൻ നമുക്ക് അതിന്റെ ബാക്കിലേക്ക് പൊസിഷനിലേക്ക്, അതായത് ഒറിജിനൽ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്തിക്കാനും പറ്റും. ഓക്കെ, ഇതാണ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഫ്രീക്വൻസി ഡിവൈഡർ, പൾസ് വിഡ്ത് മോഡുലേഷൻ, ലീനിയർ റാമ്പ് ജനറേഷൻ, സ്വിച്ചിങ് ദ റിലേ ഓൺ മിസ്സിംഗ് പൾസ് ഡിറ്റക്ടർ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അഡീഷണൽ കോമ്പണൻസ് പോലെ ഒരു ആർ സർക്യൂട്ട്, അതായത് ഒരു നെറ്റ്വർക്ക് ആറും ഉണ്ട്, സിയു ആണ് നമ്മൾ അഡീഷണൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. അടുത്തതാണ് നമ്മുടെ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് ഇതിലുള്ളത്. അപ്പോൾ രണ്ട് ട്രിഗർ പൾസ് കൊടുക്കണം. ഇനിഷ്യലി ഫസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഒരു ട്രിഗർ പൾസ് കൊടുക്കുമ്പോൾ അത് നെക്സ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്തും. എഗെയിൻ അവിടെ നമ്മൾ വീണ്ടും ഒരു ട്രിഗർ പൾസ് കൊടുത്താൽ എഗെയിൻ ഫസ്റ്റ് സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തും. ഓക്കെ, ഇതാണ് ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അപ്പോൾ രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ള ഒരു പേര് അറിയപ്പെടുന്നുണ്ട്. സിമിലർലി അല്ലെങ്കിൽ ഒരു ബൈനറി എന്നുള്ള അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ പല പേരുകളിൽ നമുക്കിത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റോറേജ് ഡിവൈസ് അല്ലെങ്കിൽ കൗണ്ടറിംഗ് ബൈനറി നമ്പേഴ്സ്, ഫ്രീക്വൻസി ഡിവിഷൻസ് ഇൻ ഡിഫറെന്റ് സർക്യൂട്ട്സിൽ ഡിഫറെന്റ് ക്ലോക്ക് പൾസുകൾ പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട്, അങ്ങനെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് ഈ പറയുന്ന ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൽ ഉള്ളത്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഒന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മൾ ഓൾറെഡി എല്ലാത്തിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടേ ഉള്ളൂ, അല്ലെ? ഡീറ്റെയിൽ ഡിസ്കഷൻ ഒന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു.